ഹായ് ക്രോഷറ്റ് ലവേഴ്സ്, നമ്മൾ അങ്ങനെ ക്രോഷറ്റ് ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോഴും മറ്റ് ക്രോഷറ്റ് ട്യൂട്ടോറിയൽസ് ഓർ വീഡിയോസ് കാണുമ്പോഴും ക്രോഷ്യ പഠിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എൻ്റെ ചാനലിൽ ഒരുപാട് ക്രോഷ്യ ട്യൂട്ടോറിയൽസും ക്രോഷ്യ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മറക്കാതെ കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് തരാം. ഈ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ക്രോഷ്യ മാസ്റ്റർ ആവാം. പോയിന്റ് നമ്പർ 1, ക്രോഷ്യ പഠിക്കാനായിട്ട് നിങ്ങൾ പുതിയൊരു ക്രോഷ്യ കിറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യ പഠിച്ചത് ഒരു ക്രോഷ്യ കിറ്റ് യൂസ് ചെയ്തുകൊണ്ടൊന്നും അല്ല. ജസ്റ്റ് ഒരു ഹുക്കും ജസ്റ്റ് ഒരു യാണും മാത്രമായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൈ സെക്കൻഡ് പോയിന്റ് ഈസ്, ക്രോഷ്യ പഠിക്കാനായിട്ട് ആസ് എ ബിഗിനർ നിങ്ങൾ ആദ്യം തന്നെ വലിയ പൈസയുടെ ക്രോഷ്യ യാൺസ് വാങ്ങി വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ക്രോഷ്യ പഠിച്ചത് വൂളൻ യാണിലാണ്, അല്ലെങ്കിൽ വൂളൻ ത്രെഡിലാണ്. വൂളിയൻ എല്ലാ ത്രെഡ് ഹൗസിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. 10 രൂപയോ മറ്റോയേ ഉള്ളൂ. പിന്നെ വേണ്ടത് അതിന് കണക്കായിട്ടുള്ളൊരു ക്രോഷ്യ ഹുക്ക് വാങ്ങാം. ക്രോഷ്യ ഹുക്കിന് 25-30 രൂപയാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു 35 രൂപ കൊണ്ട് ക്രോഷ്യ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ക്രോഷ്യ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഭയങ്കര ടഫായിട്ടുള്ള പ്രോജക്റ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ഈസി ആയിട്ടുള്ള പ്രോജക്ട്സ് ലൈക്ക് കോസ്റ്റേഴ്സ് ഉണ്ടാക്കാം, ഹെഡ് ബാൻഡ്സ് ഉണ്ടാക്കാം, പിന്നെന്താ ബേസിക് ബീനീസ് ട്രൈ ചെയ്ത് നോക്കാം. മൈ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ടിപ്പ് ഈസ് കൗണ്ട് യുവർ സ്റ്റിച്ചസ്. നമ്മൾ ഓരോ ചെയിൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്രോഷ്യ ചെയ്യുമ്പോഴുണ്ടാവുന്ന മിസ്റ്റേക്സ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലും മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോഷ്യ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷനും കുറച്ച് ടിപ്സും എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ബേസിക് സ്റ്റിച്ചിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ വൂളൻ ത്രെഡ്. ഇതിന് 10 രൂപയാണ് വില. ഞാൻ ഈ ഒരു വൂളൻ ത്രെഡിന് യൂസ് ചെയ്യുന്ന ഹുക്ക് ഇതാണ്. ഈ ഹുക്ക് 3.5 ആണ്. 3.5 mm ആണ് ഈ ഒരു ഹുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നൂല് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് എന്ന് നോക്കാം. സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് നമ്മൾ 2 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 2 ഫിംഗേഴ്സ് കൊണ്ടും യാണിനെ ഇതുപോലെ പിടിച്ച് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ആ നോട്ടിലേക്ക് നമുക്ക് ഹുക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നോട്ടിൽ ഹുക്ക് ഭയങ്കര ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല. കുറച്ച് ലൂസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. യാണിനെ പാരലായി ഹുക്ക് പിടിച്ച ശേഷം ഹുക്കിനെ ഇവിടുന്ന് ബാക്കിലോട്ടേക്ക് വച്ച് യാണിനെ ഹോൾഡ് ചെയ്ത് ആ നോട്ടിലൂടെ യാണ് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫൗണ്ടേഷൻ ചെയിന് കിട്ടും. ഇതുപോലെ തന്നെ സെക്കൻഡും തേർഡും അങ്ങനെ നമുക്ക് എത്രയാണോ ഫൗണ്ടേഷൻ ചെയിൻസ് വേണ്ടത് അത്രത്തോളം പ്രാവശ്യം ഇത് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3 ഫൗണ്ടേഷൻ ചെയിനാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിന് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 10 ഫൗണ്ടേഷൻ ചെയിന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ചെയിനിൻ്റെ ബമ്പിലൂടെ ക്രോഷ്യ ഹുക്ക് കടത്തി യാണിനെ പുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്സാണ് കിട്ടുന്നത്. അപ്പോൾ ആ 2 ലൂപ്സിൽ കൂടിയും വീണ്ടും യാണിനെ ഒന്നുകൂടി പുൾ ചെയ്തെടുക്കുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്ക് ഇതുപോലെ യാണിൻ്റെ നെക്സ്റ്റ് ബാക്ക് ബമ്പിലൂടെ കടത്തുക. വീണ്ടും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഹുക്കിലുള്ള 2 ലൂപ്സും കുറച്ചെങ്കിലും ലൂസായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ യാണിനെ പുൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റിച്ചസ് ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പം നമുക്കങ്ങനെ ടോട്ടൽ 2 സിംഗിൾ ക്രോഷ്യാണ് കിട്ടിയിട്ടുള്ളത്.
സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യസ് ആണ് കിട്ടുന്നത്. ഫൗണ്ടേഷൻ ചെയിന് 10 കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് എന്ന് നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിനായിട്ട് ഞാൻ വീണ്ടും ഒരു 10 ഫൗണ്ടേഷൻ ചെയിൻ കൂടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ യാണും ഹുക്കും പാരലായി പിടിക്കുക. അതിനുശേഷം യാണിനെ ഒരു പ്രാവശ്യം ഫ്രണ്ട് ടു ബാക്കിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ചെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ചെയിനിലേക്ക് നമ്മുടെ ഹുക്കിനെ ഇട്ട് കൊടുക്കുക. ദെൻ വീണ്ടും യാണിനെ പുള്ള് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്സാണ് ഹുക്കിൽ കിട്ടിയിട്ടുള്ളത്. വീണ്ടും യാണിനെ ഹോൾഡ് ചെയ്യുക ആൻഡ് ഈ 3 ലൂപ്സിൽ കൂടി യാണിനെ പുള്ള് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടും. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യനെക്കാട്ടും കുറച്ചുകൂടി വലുതായിരിക്കും. ഒരു ചെയിൻ ഇട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ വന്നിട്ടുള്ളത്. ഡബിൾ ക്രോഷ്യ ആണ്. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ 10 ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് ചെയ്തതുപോലെ തന്നെ യാണിനെ ഹോൾഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് ചെയിനിലേക്ക് യാണിനെ പുള്ള് ചെയ്യുക. ഇപ്പം നമുക്ക് ഹുക്കിൽ 3 ലൂപ്സാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഇതുവരെ ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും യാണിനെ ഹോൾഡ് ചെയ്ത് ഹുക്കിലുള്ള ഫസ്റ്റ് 2 ലൂപ്സിലൂടെ പുള്ള് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പം നമുക്ക് ഹുക്കിൽ 2 ലൂപ്സാണ് റിമൈനിങ് ആയിട്ട് കിടക്കുന്നത്. വീണ്ടും യാണിനെ ഹോൾഡ് ചെയ്യുക. റിമൈനിങ് 2 ലൂപ്സിൽ കൂടി പുൾ ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. സെയിം പ്രൊസീജിയർ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ 10th ഫൗണ്ടേഷൻ ചെയിൻ വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡബിൾ ക്രോഷ്യ. ഇനി ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ട്. അത് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഇതെന്തായാലും പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ലവ് യു ഓൾ.